Hello everyone, welcome to my kitchen. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഫ്രൈ ആണ്. ഇത് ഞാൻ മൈക്രോവേവിൽ ഉണ്ടാക്കിയതാണ്. മൈക്രോവേവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തവാലും ഉണ്ടാക്കാം. സോ അതിന് മസാല ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന റെഡ് ചില്ലിയും കൊറിയാണ്ടറും പെരുംജീരകം, ജീരകം, കടലപ്പരിപ്പും പിന്നെ ഹോൾ സ്പൈസസ് മസാല, ഗരം മസാല സ്പൈസസ്. ഇതെല്ലാം ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പിന്നെ അത് ചൂടാറിയ ശേഷം അതൊന്ന് പൗഡർ ആക്കാം. സോ ഇതാണ് മെയിൻ മസാല. കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ വെണ്ടക്ക ഓൾറെഡി ഞാൻ കഴുകി കുറച്ച് വെള്ളമൊക്കെ അത് ഡ്രൈ ആക്കാൻ വെച്ചു ഞാൻ. പിന്നെ വെണ്ടക്ക ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ട് അതിന് നടുക്ക് നമ്മൾ ഈ റെഡിയാക്കിയ ഈ പൗഡർ അതിൽ സ്റ്റഫ് ചെയ്യാം. എത്ര ആഴ്ച നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഞാൻ എല്ലാം അങ്ങനെ സ്റ്റഫ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഞാൻ മൈക്രോവേവ് ഞാൻ ഇവിടെ ഗ്രിൽ ഓപ്ഷനിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തു. നിങ്ങളുടെ മൈക്രോവേവ് മാതിരി നിങ്ങൾക്ക് സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ട്രേ എടുത്തിട്ട് ഞാൻ അത് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ ലേഡീസ് ഫിംഗർ അതിൽ അറേഞ്ച് ചെയ്തു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പൗഡേഴ്സ് അതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഒരു 3-4 സ്പൂൺ ഓയിൽ അതിന് മേലെ ഇടാം. സോ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ മൈക്രോവേവ് പ്രീ ഹീറ്റ് ആയ ശേഷം സെയിം ആ ഗ്രിൽ ഓപ്ഷനിൽ ഒരു 30 മിനിറ്റ്സ് ഗ്രിൽ ഓപ്ഷനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ഓൺ ചെയ്ത് വെക്കാം. സോ ഇവിടെ റെഡി ആവുന്നു. സോ 30 മിനിറ്റ്സ് ആയി. സോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കേർഡ് റൈസിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, ഈവൻ ചപ്പാത്തിനും. സോ നല്ല മസാല ഒക്കെ എല്ലാത്തിലും സ്പ്രെഡ് ആയിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് റൈസ് ദാൽ കൂട്ടിയിട്ട് ഞാനിവിടെ കഴിക്കാനും 1 പോട്ട് റെസിപ്പി ഞാൻ ഉണ്ടാക്കി. അതിന് കൂട്ട ചപ്പാത്തിയും കേർഡ് റൈസിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.